ഇത് വിലാപമതിലാണ്, അതായത് വെസ്റ്റേൺ വാൾ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിരുന്നു. അന്ന് ഹിസ്റ്ററി മര്യാദയ്ക്ക് പറഞ്ഞില്ല, ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞില്ല എന്ന് പറഞ്ഞിരുന്നു ആൾക്കാർ. അതുകൊണ്ടാണ് ഒന്നുകൂടി ചെയ്യുന്നത്. ഹിബ്രു ബൈബിൾ അനുസരിച്ച് 957 BC നിർമ്മിച്ച സോളമൻ്റെ ക്ഷേത്രം അഥവാ ടെമ്പിൾ മൗണ്ട് 586 BC ബാബിലോണിയക്കാർ നശിപ്പിച്ചിരുന്നു. രണ്ടാമത്തെ ക്ഷേത്രം 516 BC മഹാനായ ഹെരോദ് രാജാവ് ക്ഷേത്രം പുനർനിർമ്മിച്ചു. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ക്ഷേത്ര സംരക്ഷണത്തിനായിട്ടുള്ള മതിലും പുനർനിർമ്മിച്ചത്. ഹെരോദ് രാജാവിൻ്റെ മരണശേഷം, അതായത് 4 BC ശേഷം, അദ്ദേഹം പുനർനിർമ്മിച്ച് പൂർത്തിയാക്കാത്ത എല്ലാ സ്ഥലങ്ങളും എല്ലാ ഭാഗങ്ങളും അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായ അഗ്രിപ്പോ രണ്ടാമൻ രാജാവിൻ്റെ ഭരണകാലത്താണ് പൂർത്തിയാക്കിയത്. 70 CE ഒന്നാം യഹൂദ റോമൻ യുദ്ധകാലത്ത് ജെറുസലേമിൻ്റെ ബാക്കി ഭാഗങ്ങൾക്കൊപ്പം റോമാക്കാർ ഹെരോദാവിൻ്റെ ക്ഷേത്രവും നശിപ്പിച്ചിരുന്നു, അതായത് മൗണ്ട് ടെമ്പിളും നശിപ്പിച്ചിരുന്നു. പടിഞ്ഞാറൻ മതിൽ അഥവാ വിലാപമതിൽ എന്നും ഇസ്ലാമിൽ ബുറാഖ് മതിൽ എന്നും അറിയപ്പെടുന്ന ഇത് യഹൂദ മത പശ്ചാത്തലത്തിൽ വെസ്റ്റേൺ വാൾ യഹൂദരുടെ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന സ്ഥലമാണ്. ടെമ്പിൾ മൗണ്ടിൻ്റെ പടിഞ്ഞാറ് വശത്തായി 488 മീറ്റർ നീളവും ഉള്ള ഒരു സംരക്ഷണ മതിലായിട്ടാണ് ഇതുള്ളത്. മുസ്ലിങ്ങൾക്കും യഹൂദർക്കും ക്രിസ്ത്യാനികൾക്കും വേണ്ടി നിർമ്മിച്ച ടെമ്പിൾ മൗണ്ടിൻ്റെ സംരക്ഷണ മതിലായിട്ടാണ് ഇതിപ്പോൾ നിലനിൽക്കുന്നത്. 4 ഭാഗങ്ങളായിട്ടാണ് മതിലിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളത്. മതിലിൻ്റെ ആകെ ഉയരത്തിൻ്റെ പകുതി ഭാഗം നിർമ്മിച്ചത് ഹെരോദ് രാജാവാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. താഴത്തെ ഭാഗത്തിൻ്റെ വലിയ കല്ലുകൾ ഹെറോഡിയൻ കാലഘട്ടത്തിലും അവയ്ക്ക് മുകളിലുള്ള കല്ലുകൾ ഉമയ്യാദ് കാലഘട്ടത്തിലുള്ളതുമാണ്. ഏറ്റവും മുകളിലെ ഭാഗം ഓട്ടോമൻ സുൽത്താൻ്റെ കാലഘട്ടത്തിലുള്ളതാണ്. മൗണ്ട് ടെമ്പിളിലേക്കുള്ള പ്രവേശന നിയന്ത്രണങ്ങൾ കാരണം യഹൂദ മതവിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ അനുവാദമുള്ള ഒരു സ്ഥലമായിട്ടാണ് വിലാപമതിൽ കണക്കാക്കുന്നത്. ഏറ്റവും പരിശുദ്ധമായ സ്ഥലമായിട്ടാണ് യഹൂദർ ഈ ഭാഗത്തെ കാണുന്നത്. ഹോളി ഓഫ് ഹോളിയസ് എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. യഹൂദരുടെ പ്രാർത്ഥനാ രീതിയെ പരാമർശിച്ച് ജെറുസലേമിലെ ക്രിസ്ത്യൻ റോമൻ ഭരണകാലത്താണ് വിലാപമതിൽ എന്ന പദം ഉപയോഗിച്ചത്. ഈ മതിലിൻ്റെ ഒരു ഭാഗം മുസ്ലിം ക്വാർട്ടറിൽ ആയതിനാൽ ആ ഭാഗത്തെ ലിറ്റിൽ വെസ്റ്റേൺ വാൾ എന്നറിയപ്പെടുന്നു. ലിറ്റിൽ വെസ്റ്റേൺ വാൾ 8 മീറ്റർ നീളമുള്ളതാണ്. ഇസ്ലാമിക മതവിശ്വാസമനുസരിച്ച് ഇസ്ലാമിക പ്രവാചകനായിരുന്ന മുഹമ്മദ് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടത് മൗണ്ട് ടെമ്പിളിൽ വെച്ചാണ്. അന്ന് രാത്രിയിലെ യാത്രയിൽ തൻ്റെ കുതിരയായ ബുറാഖിനെ കെട്ടിയ സ്ഥലമായിട്ടാണ് ഇതെന്ന് കരുതപ്പെടുന്നു.